ശബരിമലയിൽ വീണ്ടും തിരക്ക് വർദ്ധിച്ചു. രാവിലെ 5:30-ക്ക് ശേഷം വലിയ നടപ്പന്തലിൽ വൻ തിരക്കാണ്. ഫ്ളൈ ഓവറിലും ഭക്തരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. ഗോകുൽനാഥാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, കഴിഞ്ഞ ദിവസം ഈ ഭക്തജന തിരക്കിൽ അല്പം ഒരു കുറവുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണോ അനുഭവപ്പെടുന്നത്? എന്താണ് അവിടുത്തെ സാഹചര്യം? ശ്രുതി, കീർത്തന, കഴിഞ്ഞ ദിവസം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ച് 14 ദിവസം പിന്നിടുന്ന ഇന്നലെ ഞായറാഴ്ച ദിവസമായിരുന്നു. പക്ഷേ തിരക്കിൽ വലിയ കുറവുണ്ടായിരുന്നു. മണ്ഡല മകരവിളക്ക് തുടങ്ങിയ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷേ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസം തീരെ കുറവുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇന്നലെ 18-ാം പടി ചവിട്ടിയത് 30 മുതൽ 40 പേരാണ് മിനിറ്റിൽ എന്നുള്ളതാണ്. അത് ഏറ്റവും കുറവ് രേഖപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. കാരണം ഇന്നലെ ഒരു ദിവസം കൊണ്ട് മല ചവിട്ടിയത് ആകെ മൊത്തം 46,000 പേരായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് തിങ്കളാഴ്ചയാണ്, പ്രവൃത്തി ദിനം ആയിട്ട് കൂടി ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവർ പൂർണ്ണമായും തിങ്ങി നിറഞ്ഞ് ഭക്തജനങ്ങൾ നിൽക്കുകയാണ്. മാത്രമല്ല ആഴിയുടെ ഭാഗത്തും വലിയ കാണിക്കയുടെ ഭാഗത്തും ഒക്കെ വലിയ തിരക്ക് നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രത്തോളം തിരക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. അത്ഭുതപൂർവമായ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. തമിഴ്നാട്ടിലെ സൈക്ലോണിൻ്റെ അടക്കം ഈ പശ്ചാത്തലത്തിലാണ് തിരക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ തിരക്ക് വീണ്ടും സമയം എവിടുന്ന ഞാൻ പുത്തമ്പേലിക്കര പറവൂർ. വലിയ തിരക്കുണ്ടോ? ഇന്ന് തിരക്ക് കൂടുതലാണ്. ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെ ഇത്ര തിരക്കുണ്ടായിരുന്നില്ല അല്ലേ? ഇന്നലെ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഒരുപാട് കൂടുതലായി. അങ്ങനെ പറയുന്ന പോലെ തന്നെ ഇന്ന് വലിയ തിരക്ക് ശബരിമല അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പമ്പ തൊട്ടേ ഈ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നിലയ്ക്കലിൽ നിന്ന് ആളുകളെ കടത്തിവിടുന്നതിലടക്കം വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം 5,000 പേർ എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് കൂടുതലായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്രത്തോളം തിരക്ക് നിലവിൽ അനുഭവപ്പെടുന്നത്. പലപ്പോഴും ഈ 5,000 എന്നുള്ള കണക്ക് കൂട്ടിയും ഒക്കെ കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് പാസുകൾ അല്ലാതെ തന്നെ വിതരണം ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കാം ഇപ്പോൾ നിലവിൽ ഇവിടേക്ക് വീണ്ടും തിരക്ക് വർദ്ധിക്കാനുണ്ടായ ഒരു സാഹചര്യം തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ല. ഈ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നവരിൽ 15% ഗണ്യമായ കുറവ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് എനിക്ക് ഈ ഇത്തരത്തിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ മാത്രം 30,000-ഓളം പേർ 18-ാം പടി ചവിട്ടി എന്നുള്ളതാണ് ഒരു കണക്ക്. അത് ഏറ്റവും കൂടുതലാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത്രത്തോളം കണക്കിൽ ഗണ്യമായ വർധന ഉണ്ടായിരുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിലൊക്കെ ഈ തിരക്ക് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കണക്ക് കൂടിയായിരിക്കും, ഒരു സൂചനയായിരിക്കാം ഇന്നത്തെ നിലവിലെ കണക്കെന്നുള്ളതാണ്. എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ച് 15 ദിവസം പിന്നിടുകയാണ്. ഈ 15 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ മല ചവിട്ടിയത് 13 ലക്ഷം പേരാണെന്നുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ തിരക്കും ഗണ്യമായ തിരക്ക് ഉയരാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് കാലഘട്ടം കേരളത്തിൽ കഴിയുമ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ നിന്നുള്ള ഭക്തരുടെ അംഗസംഖ്യയിലും എണ്ണത്തിലുമൊക്കെ കൂടുതലുണ്ടാകും. അത് മാത്രമല്ല, ഈ സൈക്ലോൺ കഴിയുമ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, പുതുച്ചേരിയിൽ നിന്നുള്ള ഭക്തരും കൂടുതലുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ദേവസ്വം ബോർഡ് കൂടി വയ്ക്കുന്നുണ്ട്. എന്തായാലും സ്പോട്ട് ബുക്കിങ്ങിലടക്കം കുറച്ചുകൂടി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യതയായി പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് ദേവസ്വം ബോർഡ് നിലവിലുള്ളത്. കൂടുതൽ ഭക്തരെ വരും ദിവസങ്ങളിലും ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, എന്തായാലും ഇന്ന് വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ഗോകുൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.